വിലക്കണഞ്ഞപ്പോൾ ഇരുട്ട് മുഴുവൻ വിഴുങ്ങി. അജുവിന് ശ്വാസം മുട്ടി. കണ്ണുകളൊന്നും കാണുന്നില്ല. അവൻ കൈനീട്ടി മതിൽ തൊട്ടു. അപ്പോൾ ഒരു പഴയ ശബ്ദം ഇരുട്ടിൽ നിന്ന്, "നിനക്ക് അറിയാമോ, ഈ വിളക്ക് എന്തിനാണ് കത്തുന്നത്?" അജു തിരിഞ്ഞു. മങ്ങിയ വെളിച്ചത്തിൽ അവളെ കണ്ടു. വെളുത്ത സാരി, മുടി മുഖം മൂടി. അതേ പെൺകുട്ടി. "നീ മാധവി?" അവന്റെ ശബ്ദം വിറച്ചു. അവൾ തല അല്പമുയർത്തി. കണ്ണുകൾ മനുഷ്യരുടേതല്ലായിരുന്നു. "അതെ, ഇവിടെ ആദ്യമായി കത്തിയ വിളക്കാണ് ഞാൻ." അജു പിറകോട്ടു മാറി. "എന്തിനാ നീ ആളുകളെ വിളിക്കുന്നത്? എന്തിനാ എന്റെ അമ്മാവനെ?" മാധവി ചിരിച്ചു. അത് ചിരിയല്ല, ഒരു പൊള്ളുന്ന കരച്ചിലായിരുന്നു. "എന്റെ കഥ കേൾക്കൂ. 1998. ഈ വീട് എന്റേതാണ്. എന്നെ സ്നേഹിച്ചവർ ആരുമില്ല. നാട്ടുകാർ എന്നെ പേടിച്ചു, ഒറ്റപ്പെടുത്തി. അന്നാണ് അവൻ വന്നത്." മാധവിയുടെ കണ്ണുകൾ നിറഞ്ഞു. "നിന്റെ അമ്മാവൻ. അവൻ എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവൻ എന്നെ രഹസ്യമായി മാത്രം കണ്ടു. പിന്നെ എന്നെ ഒറ്റയ്ക്ക് വിട്ടു." ഇരുട്ടിൽ ഒരു നിമിഷം നിശ്ശബ്ദം. "അന്നു രാത്രി ഈ വിളക്കിനു കീഴിൽ ഞാൻ ഒറ്റയ്ക്ക് കരഞ്ഞു. ആരും വന്നില്ല, അവൻ പോലും." അവളുടെ ശബ്ദം തകർന്നു. "അന്നു ഞാൻ മരിച്ചില്ല. എന്നെ ഈ വീടാണ് പിടിച്ചുവെച്ചത്." ഇപ്പോൾ അജുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. "അമ്മാവൻ?" മാധവി പതുക്കെ തിരിഞ്ഞു. ചുമരിലെ പഴയ ഫോട്ടോയിലേക്ക് നോക്കി. "അവൻ വർഷങ്ങളോളം ജീവിച്ചു. പക്ഷേ കുറ്റബോധത്തിൽ നിന്നു രക്ഷപ്പെടാൻ അവനൊരു നാളും കഴിഞ്ഞില്ല." പിന്നെ അവൾ അജുവിലേക്ക് തിരിഞ്ഞു. "ഇവിടെ വിളക്കു കത്തുമ്പോൾ ഈ വീടിന് ഒരാത്മാവ് വേണം. ആദ്യം ഞാൻ, പിന്നെ അവൻ." അജുവിന്റെ ശരീരം വിറച്ചു. "എങ്കിൽ ഞാൻ?" മാധവി പതുക്കെ തിരിഞ്ഞു. അവളുടെ ശബ്ദം മൃദുവായി. "നീ വന്നത് വീടിന്റെ വിളിയാണ്." പെട്ടെന്ന് വിളക്കു വീണ്ടും തെളിഞ്ഞു. ഇസാവരെ 2 നിഴലുകൾ. ഒന്ന് മാധവി, മറ്റേത് അമ്മാവൻ. രാവിലെ നാട്ടുകാർ വെളുത്ത വീട്ടിലേക്ക് നോക്കി. ജനലിൽ ഇപ്പോൾ 3 വിളക്കുകൾ. മൂന്നാമത്തെ വിളക്കിനു പിന്നിൽ ഒരു പുതിയ നിഴൽ, അജു. ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.